ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽസ്. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാണ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൻ്റെ 4th മൊഡ്യൂളിലാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ എന്താണെന്ന് അറിഞ്ഞെങ്കിലാണ് ഇനി അടുത്ത ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണെങ്കിലും വർക്കിംഗ് ക്യാപിറ്റൽ ആണെങ്കിലും ഫിനാൻസിങ് ഡിസിഷൻ, ഡിവിഡൻറ്റ് അതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ലെസൺ ഇമ്പോർട്ടൻ്റ് ആണ്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് എലമെൻ്റ് ആണ്. അതായത് നമുക്കിനിയുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിലാണെങ്കിലും ഡിവിഡൻറ്റ് പോളിസീസിലാണെങ്കിലും ഒക്കെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണിത്. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും 2 പ്രൊജക്ട്സ്, ആ പ്രൊജക്റ്റിൻ്റെ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് വർത്ത് ഉണ്ടാവുക, അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുന്നതിനാണ് നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മെയിനായിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി, അതുപോലെ KD, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഡിബെഞ്ചർ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് പ്രിഫറൻസ് ഷെയർ ആൻഡ് ദെൻ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് റിട്ടേൺ ടു ഓണിങ്. ഇത്തരത്തിൻ്റെ ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. ആഫ്റ്റർ ടാക്സും അതുപോലെ തന്നെ ബിഫോർ ടാക്സ്, പിന്നെ റെഡീമബിൾ ആയിട്ടുള്ള കേസസിൽ വരുന്നത്, ഇറെഡീമബിൾ ആയിട്ടുള്ള കേസിൽ വരുന്നത്, അങ്ങനെ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. നമുക്ക് ആദ്യം തന്നെ അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ഫസ്റ്റ് തന്നെ ഡിബെഞ്ചർ, കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ക്യാപിറ്റലിൻ്റെ കണ്ടുപിടിക്കാം. KD എന്ന് പറയുന്ന ഒരു എന്താണ് കൺവേർട്ടിബിൾ, അതായത് റെഡീമബിളും ഉണ്ട് ഇറെഡീമബിളും ഉണ്ട് ഡിബെഞ്ചർ. ഫസ്റ്റ് തന്നെ നമുക്ക് റെഡീമബിളിൻ്റെ കേസ് നോക്കാം. റെഡീമബിളിൻ്റെ ഇക്വേഷനാണ് KD ഈക്വൽ ടു I × 1 + T plus RB minus NP divided by N divided by RB plus NP divided by 2. ഓക്കെ, ഇതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ്, RB പറഞ്ഞു കഴിഞ്ഞാൽ റെഡീമബിൾ ആകുമ്പോൾ ഓരോ ഇപ്പോൾ 10 ഇയർ കഴിഞ്ഞിട്ട് റെഡീം ചെയ്യുന്ന സമയത്ത് ഉള്ള വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ ഇഷ്യൂ ചെയ്ത വാല്യൂ ആയിരിക്കില്ല, സെയിം ആയിരിക്കില്ല. ചിലപ്പോൾ അത് പ്രീമിയത്തിലായിരിക്കാം, അതുപോലെ ചിലപ്പോൾ ഡിസ്കൗണ്ടിലായിരിക്കും, അല്ലെങ്കിൽ പാറിലായിരിക്കാം. അപ്പോൾ ആ റെഡീമബിൾ വാല്യൂ ഏതാണോ അതാണ് RB. ദെൻ നെറ്റ് പ്രൊസീഡ്സ്, മാർക്കറ്റ് പ്രൈസ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇയർ ഓഫ് മെച്യൂരിറ്റി, എത്ര ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് അത് റെഡീം ചെയ്യുന്നത്, അതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് മെച്യൂരിറ്റി. ഇനി T എന്ന് പറഞ്ഞാൽ ടാക്സ് റേറ്റ് ആണ്. ഇതിൽ ചില കേസിൽ ടാക്സ് തരാത്ത കേസിലും, അപ്പോൾ നമ്മൾ ടാക്സ് ഇല്ലാത്ത കേസിൽ I + RB മൈനസ് NP ഡിവൈഡഡ് ബൈ N ഡിവൈഡഡ് ബൈ RB + NP ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഈ കേസിലെടുക്കും. ഇനി ഇത് റെഡീമബിളിൻ്റെ കേസിൽ വരുന്ന സമയത്ത് ഇറെഡീമബിളിൽ KD കാൽക്കുലേറ്റ് ചെയ്യുന്നത് I × 1 മൈനസ് ടാക്സ് ആണ്. 1 മൈനസ് ടാക്സ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, ഇത് ടാക്സ് റേറ്റ്, I മീൻസ് ഇൻട്രസ്റ്റ്. ഇതാണ് ഇറെഡീമബിളിൻ്റെ കേസിൽ വരുന്നത്. ഇനി ഇതാണ് KDക്ക് ആകെ 2 ഇക്വേഷൻസ് ആണുള്ളൂ, റെഡീം ചെയ്യുന്ന സമയത്തും റെഡീമബിളിൻ്റെ കേസിലും. ഇനി അടുത്തത് പ്രിഫറൻസ് ക്യാപിറ്റലിൻ്റെ. KP എന്ന് പറയുന്നതാണെങ്കിലും റെഡീമബിൾ ആണ് ഇറെഡീമബിൾ ആണ്. അപ്പോൾ റെഡീമബിളിൻ്റെ കേസിലുണ്ട്. ഇറെഡീമബിളിൻ്റെ കേസ് വരുന്ന സമയത്ത് ഡിവിഡൻറ്റ്, ഇവിടെ ഇൻട്രസ്റ്റ് അല്ല, പ്രിഫറൻസിന് നമ്മൾ കൊടുക്കുന്ന ഡിവിഡൻറ്റാണ്. ഡിവിഡൻറ്റ് ടാക്സ് ഉണ്ടാവും ചില കേസിൽ. ഇൻട്രസ്റ്റ് ഇവിടെ ഡിബെഞ്ചറിൻ്റെ കേസിൽ 1 മൈനസ് ടാക്സ് റേറ്റ് ആണെങ്കിൽ ഇവിടെ 1 + ടാക്സ് റേറ്റ് ആണ്. ഡിവിഡൻറ്റ് ടാക്സ് നമുക്കിപ്പോൾ അതായത് ഇൻട്രസ്റ്റിൻ്റെ സമയത്ത് ടാക്സ് റേറ്റ് വരുന്നത് കോർപ്പറേറ്റ് ടാക്സ് അല്ലെങ്കിൽ മാർജിനൽ ടാക്സ് റേറ്റ് ഒക്കെ തരും. അപ്പോൾ ആ ടാക്സ് റേറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. പക്ഷേ ഡിവിഡൻറ്റിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും ഡിവിഡൻറ്റ് ടാക്സ് തന്നിട്ടില്ലെങ്കിൽ നമുക്കതവിടെ എടുക്കാൻ പറ്റത്തില്ല. കേസ് ഡിവിഡൻറ്റ് ടാക്സ് ഡിവൈഡഡ് ബൈ എന്താണ് നെറ്റ് പ്രൊസീഡ്സ്. ഡിവിഡൻറ്റ് ടാക്സ് തരാത്ത കേസിൽ ഡിവിഡൻറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്, അത്ര എടുത്താൽ മതി. ഓക്കെ, ഇത് റെഡീമബിളിൻ്റെ കേസിൽ. ഇനി റെഡീമബിളിൻ്റെ കേസിൽ സെയിം ആസ് ഹിയർ, D × 1 + DT plus RB minus NP divided by N divided by RB plus NP divided by 2. ഇവിടുത്തെ തന്നെ സെയിം ആണ്. RB റെഡീമബിൾ വാല്യൂ, NP നെറ്റ് പ്രൊസീഡ്സ്, N നമ്പർ ഓഫ് ഇയർ ഓഫ് മെച്യൂരിറ്റി ആൻഡ് DT ഡിവിഡൻറ്റ് ടാക്സ്. ഇതാണ് പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ. ഇനി ടാക്സ് തരാത്ത കേസിൽ ടാക്സ് എടുക്കേണ്ട ആവശ്യമില്ല. D + RB minus NP divided by N divided by RB plus NP divided by 2. ഓക്കെ, ഇനി അടുത്തതാണ് ഇക്വിറ്റി ഷെയർ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിൻ്റെ കേസിൽ 4 ഇക്വേഷൻസ് ടോട്ടലുണ്ട്.
കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് 4 ഇക്വേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഇക്വേഷനാണ് ഡിവിഡൻഡ് ഈൽഡ് അപ്രോച്ച്. ഡിവിഡൻഡ് ഈൽഡ് അപ്രോച്ചിൽ കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഡി ബൈ പി നോട്ട്. ഡി മീൻസ് ഡിവിഡൻഡ്, പി നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. ഇത് ഫസ്റ്റ് മെത്തേഡ്. സെക്കൻഡ് ഏർണിങ്സ് പ്രൈസ് അപ്രോച്ച്. ഒരു കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഡിവിഡൻഡ് ഈൽഡ് അപ്രോച്ചിൽ ഡിവിഡൻഡ് ആണെങ്കിൽ ഇവിടെ ഏർണിംഗ് എത്ര ഡിവൈഡഡ് ബൈ പി നോട്ട്. ഏർണിങ്സ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ്. ഇനി അടുത്തതാണ് ഗ്രോത്ത് മോഡൽ. ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ അപ്രോച്ച് എന്നാണ് മെയിനായിട്ട് പറയുന്നത്. ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കെ ഇ ഡിവൈഡഡ് ബൈ കെ ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ പി നോട്ട് പ്ലസ് ജി. ജി മീൻസ് ഗ്രോത്ത് റേറ്റ് ആണ്. ഓക്കെ, ഇനി അടുത്തൊരു മെത്തേഡും കൂടി ഉണ്ട്, ക്യാപിറ്റൽ അസറ്റ് പ്രൈസിങ് മോഡൽ. ഓക്കെ, ഇത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കെ ഈക്വൽ ടു ആർ എഫ് പ്ലസ് ബീറ്റ ഇൻറ്റു ആർ എം മൈനസ് ആർ എഫ്. ഇതിൽ ആർ എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ആർ എം മീൻസ് മാർക്കറ്റ് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ. ബീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ആണ്. നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തരുന്ന സമയത്ത് ഏതാണ് തന്നിരിക്കുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ ഇത് റിസ്ക് ഫ്രീ റേറ്റ് ഓഫ് റിട്ടേൺ, ബീറ്റ കോഎഫിഷ്യൻ്റ് ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മെത്തേഡ് യൂസ് ചെയ്തിട്ട് കെ കാൽക്കുലേറ്റ് ചെയ്യാം. അതേസമയം ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. ഇനി ഈ 4 മെത്തേഡാണ് നമുക്ക് കെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. ഇനി അടുത്തത് ഏതാണ് കെ ആർ. കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു ഇക്വേഷൻ ഉള്ളൂ, കെ ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇൻറ്റു 1 മൈനസ് സി എ. ഇവിടെ കെ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി, ടി ടാക്സ് റേറ്റ്, സി കമ്മീഷൻ ബ്രോക്കറേജ്. അത് ചിലപ്പോൾ പെർസെൻറ്റേജിലായിരിക്കും തന്നിട്ടുണ്ടാവും, പെർസെൻറ്റേജ് ആണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനെയാണ് നമുക്ക് റിട്ടേൺഡ് ഏർണിങ്ങിൻ്റെ എന്ത് കണ്ടുപിടിക്കാം, കോസ്റ്റ് ഓഫ് റിട്ടേൺഡ് ഏർണിംഗ് കണ്ടുപിടിക്കാം. ഇത്രയാണ് ഇക്വേഷൻസ്. ഇനി ഇത് വെച്ചിട്ട് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. Okay, the capital structure of J Limited is as under. Equity shares at 10 each, 1 crore, 9% preference shares 100 each, 30 lakh, debentures 70 lakh. The market price of the securities are. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ആണ് തന്നിരിക്കുന്നത്. Other informations. Equity shares have a flotation cost of 5 per share. The next year's expected dividend is 3 with annual growth of 5%. The company pays at all earnings in the form of dividends. അതായത് ഇപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർസിനെ നമുക്കിപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻ ബുക്ക് വാല്യൂ വെയ്റ്റ്സിലും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സിലും കാൽക്കുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കെ കണ്ടുപിടിക്കാനുള്ള ഇൻഫർമേഷൻസ് ആണ് തന്നേക്കുന്നത്. ഇവിടെ ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ടായിരിക്കും ചെയ്യാൻ പറ്റുക, അതായത് കെ കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഗ്രോത്ത് റേറ്റ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ ഏത് മെത്തേഡായിരിക്കും, ഡിവിഡൻഡ് ഗ്രോത്ത് മോഡൽ അപ്രോച്ച് യൂസ് ചെയ്തിട്ട് അതിവിടെ കണ്ടുപിടിക്കാം. പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ അറ്റ് പ്രീമിയം, റെഡീമബിൾ വാല്യൂവിലാണ് തന്നേക്കുന്നത്. അപ്പോൾ റെഡീമബിൾ ആകുമ്പോൾ റെഡീമബിൾ വാല്യൂവിൻ്റെ എത്രയാണ് ഏതാണ്, ഇവിടെ ഡിവിഡൻഡ് ടാക്സ് നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ ഡി പ്ലസ് ആർ വി മൈനസ് എൻ പി ഡിവൈഡ് ബൈ എൻ ഡിവൈഡ് ബൈ ആർ വി പ്ലസ് എൻ പി ഡിവൈഡ് ബൈ 2. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റെഡീം ചെയ്യുന്നത് പ്രീമിയത്തിലാണ്. അതുപോലെ തന്നെ അപ്പോൾ റെഡീമബിൾ വാല്യൂ നമുക്ക് കിട്ടി. 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, 10 ഇയർ മെച്യൂരിറ്റി ഉണ്ട്, എന്നും കിട്ടി. ഇനി ഡിബെഞ്ചേഴ്സ് ആർ റെഡീമബിൾ അറ്റ് പാർ, ഹാവ് 4% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആൻഡ് 10 per year മെച്യൂരിറ്റി. ഡിബെഞ്ചേഴ്സും റെഡീമബിൾ ആണ്, അത് പാറിൽ 4% ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഉണ്ട്, 10 per year മെച്യൂരിറ്റി ഉണ്ട്. ഇനി കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമുക്ക് ബുക്ക് വാല്യൂ വെയ്റ്റ്സിലും മാർക്കറ്റ് വാല്യൂസിലും വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത്, ബുക്ക് വാല്യൂ വെയ്റ്റ്സ്, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്, അതാദ്യം തന്നെ നോക്കാം. ഫസ്റ്റ് തന്നെ ഇതാണ് നമ്മുടെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള ടേബിൾ. ഫസ്റ്റ് തന്നെ നമ്മുടെ സോഴ്സസ് ഇവിടെ ഏതൊക്കെയാണ് നമുക്ക് തന്നിരുന്നത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഫസ്റ്റ് സോഴ്സ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, ദെൻ ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയർസ്, ദെൻ ഡിബെഞ്ചർ, പ്രിഫറൻസ് ഷെയർസും ഡിബെഞ്ചറും, ഇത്രയാണ് നമുക്ക് തന്നത്.
അതിൽ എമൗണ്ട് എത്രയാണ്. ഇവിടെ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഒരു വാല്യൂ ഉണ്ട്. ബുക്ക് വാല്യൂ വെയ്റ്റ്സ്, ഇതാണ് ബുക്ക് വാല്യൂ വെയ്റ്റ്സ്. മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ഇവിടെ ഇതാണ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഈ പ്രൈസ് പെർ ഷെയർ എത്ര ഷെയർസ് ആണോ ഉള്ളത് അത് വെച്ചിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് നമുക്ക് കിട്ടുന്നത്, മാർക്കറ്റ് വാല്യൂൻ്റെ എമൗണ്ട് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സാധാ ബുക്ക് വാല്യൂ വെയ്റ്റ്സിൽ കണ്ടുപിടിക്കാനായിട്ട് 1 crore, പ്രിഫറൻസ് ഷെയർസ് 30 lakh, ഡിബഞ്ചേഴ്സ് 70 lakh. ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണ്? 2 crore. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതിൽ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം, അതുപോലെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ നമുക്ക് എമൗണ്ട് കിട്ടിയത്, ഇക്വിറ്റി ഷെയറിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എത്ര എമൗണ്ട് ആണോ കിട്ടിയത് അത് ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വെയിറ്റ് കിട്ടും. പ്രിഫറൻസ് ഷെയർസിൻ്റെ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ, ഡിബഞ്ചേഴ്സിൻ്റെ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ വെയിറ്റ് കിട്ടും. അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ എത്രയാണ്? 0.5, പ്രിഫറൻസ് ഷെയർസിൻ്റെ 0.15, ദെൻ 0.35. ഇത് ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടണം. ഇത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അത് നമ്മൾ ആ ഇക്വേഷൻസ് വെച്ചിട്ട് ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് വെയിറ്റഡ് ആവറേജ് വെയിറ്റും അതും കൂടെ ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇട്ട് നമുക്ക് ടോട്ടൽ കിട്ടും. അതാണ് നമ്മൾ ബുക്ക് വാല്യൂ വെയ്റ്റ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഇനി മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇവിടെ സോഴ്സസ് സെയിം തന്നെ, എന്ത് മാത്രമാണ് മാറുള്ളൂ? എമൗണ്ടും മാറും, അതുപോലെ തന്നെ വെയിറ്റും മാറും. ഓക്കെ, എമൗണ്ട് എത്രയായിരിക്കും വരുന്നത്? ഇവിടെ നമുക്ക് എമൗണ്ട് അറിയാനായിട്ട് നമുക്ക് എത്ര ഷെയർസ് ഉണ്ടെന്ന് അറിയണം. ഇവിടെ ഇപ്പോൾ 1 crore ആണ് ഷെയർസ്, 1 crore ആണ് ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത്. അത് 10 ഈച്ച് വെച്ച് അതിൻ്റെ ഫേസ് വാല്യൂ. അപ്പോൾ 1 crore ഡിവൈഡ് ബൈ 10 ചെയ്യുമ്പോൾ 10 lakh ആണ് അവിടുത്തെ ഷെയർസ്. 10 lakh ഇൻറ്റു 35 ആണ് അവിടുത്തെ എന്ത് വരുന്നത്? മാർക്കറ്റ് വാല്യൂ വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് 30 lakh ആണ് അവിടുത്തെ ടോട്ടൽ എമൗണ്ട് ഡിവൈഡ് ബൈ 100 ചെയ്യുമ്പോൾ 30,000. അതാണ് അവിടുത്തെ ഷെയർ. 30,000 ഇൻറ്റു 120 പെർ ഷെയർ. അതുപോലെ ഡിബഞ്ചേഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര വാല്യൂ കിട്ടും? ഇക്വിറ്റി ഷെയർസ് 3 crore 50 lakh കിട്ടും, പ്രിഫറൻസ് ഷെയർസ് 36 lakhും, ഡിബഞ്ചേഴ്സ് 77 lakhും കിട്ടും. ഇതിൻ്റെ ടോട്ടൽ ചെയ്യാം 4 crore 63 lakh. ഇനി വെയിറ്റ് കണ്ടുപിടിക്കാം. ഇവിടുത്തെ വെയിറ്റ് മാത്രമാണ് മാറുള്ളൂ, ബാക്കി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ എത്രയാണോ കണ്ടുപിടിക്കുക സെയിം തന്നെയായിരിക്കും ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വെയിറ്റ് എങ്ങനെ വരും? 3 crore 50 lakh ഡിവൈഡ് ബൈ 4 crore 63 lakh ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.75584. അടുത്തത് പ്രിഫറൻസ് ഷെയർസിൻ്റെ 0.07775. അടുത്ത 77 lakh ഡിവൈഡ് ബൈ 4 crore 63 lakh ചെയ്യുമ്പോൾ നമുക്ക് 0.16631. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫസ്റ്റ് തന്നെ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? ഇത് കണ്ടുപിടിക്കാം, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി ഷെയർസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഏതാണ് നമുക്ക് ഗ്രോത്ത് റേറ്റിൽ തന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താണ്? D/P0 + GM. ഇവിടെ നമുക്ക് എപ്പോഴും ഇക്വേഷൻ എക്സാമിൽ എഴുതുകയാണെങ്കിലും നമ്മളത് എന്താണെന്നുള്ളത് ആദ്യം തന്നെ എഴുതാം. ഡിവിഡൻറ്റ്, P0 മാർക്കറ്റ് പ്രൈസ്, കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്, G ഗ്രോത്ത് റേറ്റ്. ഓക്കെ, ഇനി ഡിവിഡൻറ്റ് എത്രയാണെന്നുള്ളത് നമുക്കിവിടെ തന്നിരിക്കുന്നത് the next year's expected dividend is 3 with annual growth rate 5%. 3 ആണ് ഡിവിഡൻറ്റ് തന്നിരിക്കുന്നത്. ഇനി ഗ്രോത്ത് റേറ്റ് 5%. 5%ന് ഞാൻ എങ്ങനെ എഴുതാണ്? 0.05 എന്ന് എഴുതാണ്. ഓക്കെ, ഇനി കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? നമുക്ക് എത്രയാണോ മാർക്കറ്റ് പ്രൈസ് തന്നിരിക്കുന്നത് 35 per share, അതാണ് ഇവിടുത്തെ മാർക്കറ്റ് പ്രൈസ്. പക്ഷെ ഇവിടെ ഓർക്കുക, നമുക്ക് മാർക്കറ്റ് പ്രൈസ് 35 കൊടുക്കുന്ന സമയത്ത് ഇവിടെ ഒരു ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ആ പ്രൈസ് ഷെയർ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന എക്സ്പെൻസാണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എപ്പോഴും മാർക്കറ്റ് പ്രൈസിൻ്റെ കേസ് വരുന്ന സമയത്ത് ഫ്ലോട്ടേഷൻ കോസ്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്നതാണ് നമ്മുടെ ശരിക്കുള്ള ഷെയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്.
35 മൈനസ് 5 30. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് 3 ഡിവൈഡഡ് ബൈ 30 പ്ലസ് ഗ്രോത്ത് റേറ്റ് 0.05 ഇൻറ്റു 100 ചെയ്യുമ്പോൾ എത്ര കിട്ടും നോക്കാം. ഇത് 15% കിട്ടി. ഓക്കെ, ഈ KE കിട്ടി. ഇനി അടുത്തത് നമുക്ക് ഏതാണ് കണ്ടുപിടിക്കേണ്ടത്? KP കണ്ടുപിടിക്കാം. ഇത് റെഡീമബിളിൻ്റെ ആണ്. റെഡീമബിളിൻ്റെ വരുന്ന കേസിൽ ഒരു ഡിവിഡൻഡ് ടാക്സ് തന്നിട്ടില്ല. സോ D പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. റെഡീമബിൾ വാല്യൂ എത്രയാണ്? 100 ആണ് അതിൻ്റെ ഫേസ് വാല്യൂ. എത്രയാണ്? പ്രീമിയത്തിനാണ് റിഡീം ചെയ്യുന്നതെന്ന് പറഞ്ഞത്. 10% പ്രീമിയം. സോ ടോട്ടൽ വാല്യൂ 110%. 100 ഇൻറ്റു 110% എത്ര വരും? 110. ഇതിൻ്റെ വാല്യൂ റെഡീമബിൾ വാല്യൂ. ഇനി നെറ്റ് പ്രൊസീഡ്സ്. നെറ്റ് പ്രൊസീഡ്സ് നമുക്കിവിടെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ് തന്നിരിക്കുന്നത്? 120 ആണ് ഷെയറിന് തന്നിരിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ 120 ഇടുന്ന സമയത്ത് ഇവിടെ എത്രയായിരിക്കും? നെഗറ്റീവ് വരും. റെഡീമബിൾ വാല്യൂ മൈനസ് 120. 110 മൈനസ് 120 വരുമ്പോൾ എന്താ? നെഗറ്റീവ് വരും. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഇവിടെ ഇതിനേലും റെഡീമബിൾ വാല്യൂവിനേലും കുറഞ്ഞ വാല്യൂ ആയിരിക്കണം എന്ത് നെറ്റ് പ്രൊസീഡ്സിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. അതെടുക്കാം. പിന്നെ അവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്ര വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ 2% ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. അതായത് 100ൻ്റെ മൈനസ് 2%, 100ൻ്റെ 2% മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 98 കിട്ടും. അതാണ് നമ്മുടെ നെറ്റ് പ്രൊസീഡ്സ്. ഇനി N നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് മെച്യൂരിറ്റി 10 ഇയർ. ഇനി അതിവിടെ യൂസ് ചെയ്യാം. പിന്നെ ഡിവിഡൻറ്റ് എത്രയായിരിക്കും നമ്മൾ കൊടുക്കുന്നത്? അതായത് 9% പ്രിഫറൻസ് ഷെയർസ് ആണ്. 9% പ്രിഫറൻസ് ഷെയർസ് എന്ന് പറയുമ്പോൾ 9% ഓഫ് 100 ഫേസ് വാല്യൂവിൻ്റെ 9 ആയിരിക്കും ഡിവിഡൻറ്റ് പേ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ എത്രയാണ്? 9. അതാണ് അതിൻ്റെ ഡിവിഡൻറ്റ് എന്ന് പറയുന്നത്. 9 പ്ലസ് RV എത്രയാണ്? 110 മൈനസ് NP 98 ഡിവൈഡ് ബൈ 10 ഡിവൈഡ് ബൈ എത്ര? 100 പ്ലസ് 98 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു 100 9.81% കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ എന്തിൻ്റെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിൻ്റെ കോസ്റ്റ്. ഇനി അടുത്തത് ഏതാണ് കണ്ടുപിടിക്കാനുള്ള? KD കണ്ടുപിടിക്കാൻ അതും എന്താണ്? റെഡീമബിൾ വാല്യൂ ആണ്. റെഡീമബിളിൻ്റെ I ഇൻറ്റു പിന്നെന്താണ് ഇവിടെ ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. 1 മൈനസ് ടാക്സ് റേറ്റ് പ്ലസ് RV മൈനസ് NP ഡിവൈഡഡ് ബൈ N ഡിവൈഡഡ് ബൈ RV പ്ലസ് NP ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ഇൻട്രസ്റ്റ് 40% ഡിബെഞ്ചറിന് വന്നിട്ടുണ്ട്. അതായത് 40% ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ I ഈക്വൽ ടു 100ൻ്റെ 40% 40. അതാണ് അതിൻ്റെ ഇൻട്രസ്റ്റ്. ഇനി റെഡീമബിൾ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞാൽ പാറിനാണ് റെഡീം ചെയ്യുന്നത്. അതായത് 100 തന്നെ. ഇനി നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കണം. നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കാനായിട്ട് ഡിബെഞ്ചറിൻ്റെ വാല്യൂ തന്നിരിക്കുന്നത് 110 ആണ്. അപ്പോൾ റെഡീമബിൾ വാല്യൂ 100 ആണ്. നെറ്റ് പ്രൊസീഡ്സ് 110 വരുമ്പോൾ നെഗറ്റീവ് വരും. അപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യണം? അതിൻ്റെ ഫേസ് വാല്യൂ തന്നെ യൂസ് ചെയ്യണം. പിന്നെ അവിടെ എന്താണ്? ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിട്ടുണ്ട്. എത്രയും ഫ്ലോട്ടേഷൻ കോസ്റ്റ് വന്നിരിക്കുന്നത്? 4%. 100ൻ്റെ 4% 4 96 വന്നു. ഇനി എത്ര ഇയർ ഓഫ് മെച്യൂരിറ്റി? 10 ഇയർ ഓഫ് മെച്യൂരിറ്റി. നമുക്ക് ടാക്സ് റേറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 30%. ഇനി നമ്മളത് ക്വസ്റ്റ്യനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 14 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 0.3 പ്ലസ് RV 100 മൈനസ് 96 ഡിവൈഡഡ് ബൈ 10 ഡിവൈഡഡ് ബൈ 100 പ്ലസ് 96 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 10.41% കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താണ്? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കണ്ടുപിടിച്ചു. കോസ്റ്റ് ഓഫ് പ്രിഫറൻസ് ഷെയർസ് കണ്ടു. കോസ്റ്റ് ഓഫ് ഡിബെഞ്ചർ കണ്ടു. ഇനി നമ്മളത് എവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഇവിടെ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെയിറ്റും കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് വാക്ക് കിട്ടും. അപ്പോൾ ഇക്വിറ്റി ഷെയറിന് എത്രയാണ്? 15%. അതുപോലെ പ്രിഫറൻസ് ഷെയർസിൻ്റെയോ 9.81%. നെക്സ്റ്റ് ഡിബെഞ്ചറിൻ്റെ 10.41%. ഓക്കെ, അതേ സെയിം തന്നെ ഇവിടെയും വരും. നമ്മൾ എന്ത് ചെയ്യണം? വാക്ക് കണ്ടുപിടിക്കണം. വാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 0.5 ഇൻറ്റു 15%. 0.5 ഇൻറ്റു 50% ഇൻറ്റു 100 7.5%. 0.15 ഇൻറ്റു 0.15 ഇൻറ്റു 9.81% ഇൻറ്റു 100 1.4715
then 0.35 into 10.41% into 100 3.6435. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1.4715 plus 9.5 12.615. ഇതാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ ബുക്ക് വാല്യൂ വെയ്റ്റ്സ്. ഓക്കെ, ഈ മാർക്കറ്റ് വാല്യൂൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. മാർക്കറ്റ് വാല്യൂൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 0.756 into 15% 11.34. അടുത്തത് 0.07775 into 9.81% into 100. 0.76. അടുത്തത് 0.16631 into 10.41%. 1.73. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്ക് 11.34 plus 0.76 plus 1.73 13.83% കിട്ടും. ഓക്കെ, ഇനിയാണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. ഇത് ചെയ്യാനായിട്ട് സിമ്പിളാണ്. നമുക്ക് കുറച്ച് കഷ്ടപ്പാട് വരുന്നത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് 1-2 ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം, കുറച്ചും കൂടെ തറവാം. ഓക്കെ, ദ ഫോളോയിങ് ഈസ് ദ ക്യാപിറ്റൽ സ്ട്രക്ചർ ഓഫ് സെന്നിത്ത് ലിമിറ്റഡ്. സോഴ്സ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, ബുക്ക് വാല്യൂയിൽ തന്നിട്ടുണ്ട്, മാർക്കറ്റ് വാല്യൂയും തന്നിട്ടുണ്ട്. ഇനി ഇക്വിറ്റി ഷെയർസ് ഓഫ് 100 ഈച്ച്, 9% ക്യുമുലേറ്റീവ് പ്രിഫറൻസ് ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, റിട്ടേൺ ഏർണിംഗ്, 4 സോഴ്സസ് തന്നിട്ടുണ്ട്. ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ കമ്പനീസ് ഇക്വിറ്റി ഷെയർ ഈസ് 200. കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഫോർ ദ ലാസ്റ്റ് ഇയർ ദ കമ്പനി ഹാഡ് പെയ്ഡ് ഇക്വിറ്റി ഡിവിഡൻഡ് at 25% ആൻഡ് ഇറ്റ്സ് ഡിവിഡൻഡ് ഈസ് ലൈക്ലി ടു ഗ്രോ 5% എവറി ഇയർ. ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഏത് മോഡലിലായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്? ഇക്വിറ്റി കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഗ്രോത്ത് മോഡലിലായിരിക്കും, കാരണം ഗ്രോത്ത് റേറ്റ് തന്നിട്ടുണ്ട്. ദ കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് ഈസ് 30% ആൻഡ് ദ ഷെയർ ഹോൾഡേഴ്സ് പേഴ്സണൽ ഇൻകം ടാക്സ് ഈസ് 20%. പേഴ്സണൽ ഇൻകം ടാക്സ് റേറ്റ് എന്ന് പറയുമ്പോൾ 20%. അത് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതായിരിക്കും? ഇവിടെ റിട്ടേൺ ഏർണിംഗ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ കമ്മീഷൻ ബ്രോക്കറേജ് ആണ് ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ. ഓരോന്നിൻ്റെയും കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൺ ദ ബേസ് ഓഫ് മാർക്കറ്റ് വാല്യൂ വീറ്റ്സിൽ. മാർക്കറ്റ് വാല്യൂ വീറ്റ്സിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ബുക്ക് വാല്യൂയുടെ ആവശ്യമില്ല, നമുക്ക് മാർക്കറ്റ് വാല്യൂ മതി. പക്ഷേ ഇവിടെ നോക്കുകയാണെങ്കിൽ റീറ്റെയിൻഡ് ഏർണിങ്ങിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇല്ല. റിട്ടേൺ ഏർണിങ്ങിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇല്ലാത്ത കേസിൽ നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ഏർണിങ്ങിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, കാരണം റിട്ടേൺ ഏർണിങ്സിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം, കാരണം കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഫോർ ഈച്ച് സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫിൽ എന്ത് വരില്ല? റിട്ടേൺ ഏർണിംഗ് വരത്തില്ല. ഓക്കെ, പിന്നെ നമുക്ക് അപ്പോൾ നമുക്കിവിടെ ബുക്ക് മാർക്കറ്റ് വാല്യൂ വെച്ചിട്ട് ഇവിടെ എഴുതാം. എത്രയാണ് മാർക്കറ്റ് വാല്യൂ? 1,60 lakh. അപ്പോൾ ഇത് നമുക്കിനി ലാക്സിൽ എഴുതാം. ഓക്കെ, 1,60 lakh 160 എഴുതാം. ദെൻ 24 lakh 24, ഡിബെഞ്ചർ 66 lakh. ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? 250. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. 160 divided by 250, 0.64. 24 divided by 250, 0.096. 66 divided by 250, 0.264. ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടണം? 1 കിട്ടണം. ഇനി അടുത്തത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് തന്നെ കെയുടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രോത്ത് മോഡൽ വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ D/P0 plus GM. ഓക്കെ, ഇവിടെ P0 എത്രയാണ്? കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് നമുക്ക് തന്നിട്ടുണ്ട് 200. ഗ്രോത്ത് റേറ്റ് 5%, 0.05. ഇനി അടുത്തത് ഡിവിഡൻറ്റ്. ഡിവിഡൻറ്റ് നമുക്ക് എത്രയാണെന്ന് പറഞ്ഞേക്കുന്നത്? ഫോർ ദ ലാസ്റ്റ് ഇയർ ദ കമ്പനി ഹാഡ് പെയ്ഡ് ഡിവിഡൻറ്റ് അറ്റ് 25%. 25%-ന് ഡിവിഡൻറ്റ് പേ ചെയ്തെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇവിടെ 100ൻ്റെ 25% എത്രയായിരിക്കും വരുന്നത്? 100. നമുക്കിവിടെ ഇങ്ങനത്തെ കേസിൽ ഇങ്ങനെ തരുന്ന സമയത്ത് ചിലവർ ഡിവിഡൻറ്റ് എത്രയാണെന്ന് പറഞ്ഞ് തരും. പെർസെൻറ്റേജിൻ്റെ കേസിലാണ് തരുന്നതെങ്കിൽ ഇവിടെ ആൻഡ് ഇറ്റ്സ് ഡിവിഡൻറ്റ് ഗ്രോത്ത് 5% ആയിട്ട് ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 100ൻ്റെ 25% ആണ് നമുക്ക് ഡിവിഡൻറ്റ് വരുന്നത്. പ്ലസ് എന്താണ്? ഒരു എക്സ്ട്രാ ഒരു 5% കൂടെ ഗ്രോത്ത് വരുന്നുണ്ട്.
അപ്പോൾ അത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 25 ഇൻറ്റു 1 പ്ലസ് ഗ്രോത്ത് റേറ്റ് 0.05. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ഡിവിഡൻഡ് 25 പ്ലസ് 26.25 കിട്ടും. ഓക്കെ, അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ പി നോട്ട് 200 പ്ലസ് ഗ്രോത്ത് റേറ്റ് 0.05 ഇൻറ്റു 100 എത്ര കിട്ടും? 26.25 ഡിവൈഡഡ് ബൈ 200 പ്ലസ് 0.05 ഇൻറ്റു 100 18.125% കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് KP പ്രിഫറൻസ് ഷെയർസിൻ്റെ കണ്ടുപിടിക്കുന്നു. പക്ഷെ നമുക്കിവിടെ ഒന്നും തന്നിട്ടില്ല, പ്രിഫറൻസ് ഷെയർസിൻ്റെ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാർക്കറ്റ് പ്രൈസ്, അതായത് നമുക്കിപ്പോൾ ഇവിടെ മാർക്കറ്റ് പ്രൈസിന് പകരം ഫേസ് വാല്യൂ ഉണ്ട്. പ്രിഫറൻസ് ഷെയർസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇത് റെഡീമബിൾ ആണ്. റെഡീമബിളിൻ്റെ ഇതൊന്നും തന്നിട്ടില്ല. അപ്പോൾ D ബൈ എന്താണ് അതിൻ്റെ ഇക്വേഷൻ? P നെറ്റ് പ്രൊസീഡ്സ്. ഡിവിഡൻഡ് എത്രയാണ്? 9% ഓഫ് 100. അതാണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്. 9 നെറ്റ് പ്രൊസീഡ്സ് 100. അപ്പോൾ എന്ത് തന്നെ വരും? 9% തന്നെ വരും. ഇനി അടുത്തത് KD. KDയുടെ നമുക്ക് എന്താണ്? ഒന്നും തന്നിട്ടില്ല, നെറ്റ് പ്രൊസീഡ്സ് ഒന്നും തന്നിട്ടില്ല. സോ നമ്മൾ അതെന്തെടുക്കും? ഇവിടെ 11% ഡിബെഞ്ചേഴ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. അതിൻ്റെ ഫീസ് വാല്യൂ നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എത്ര തന്നെ വരും? അതായത് നെറ്റ് പ്രൊസീഡ്സ് തരാത്ത കേസിൽ I ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് തന്നിട്ടില്ല. ഇൻ കേസ് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചിലതിൽ അസ്യൂം ചെയ്യും. നെറ്റ് പ്രൊസീഡ്സ് 100 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. നെറ്റ് പ്രൊസീഡ്സ് അല്ല, ഫേസ് വാല്യൂ നമ്മൾ 100 അസ്യൂം ചെയ്യും. 100 അസ്യൂം ചെയ്യുന്ന സമയത്ത് 100ൻ്റെ ഇൻട്രസ്റ്റ് ഇപ്പോൾ എത്രയാണ്? 11% ആണ് ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് എത്ര പേ ചെയ്യണം? 100ൻ്റെ 11% 11 ആണ് ഇൻട്രസ്റ്റ് വരുന്നത്. ഇനി അതിൽ നിന്ന് ഇൻട്രസ്റ്റ് 11 ഇൻറ്റു 1 മൈനസ് ടാക്സ് റേറ്റ് 0.3 കോർപ്പറേറ്റ് ടാക്സ് റേറ്റ് തന്നിട്ടുണ്ട്. ഡിവൈഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാനിവിടെ അസ്യൂം ചെയ്തല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് അസ്യൂം ചെയ്യുന്ന സമയത്ത് 11 ഇൻറ്റു 0.7 7.7 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100 എത്ര തന്നെ വരും? 7.7% തന്നെ വരും. ഓക്കെ, നമുക്ക് എന്താണ്? എല്ലാത്തിൻ്റെയും എന്ത് കിട്ടി? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കിട്ടി. ഇനി അതെങ്ങോട്ടേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഫസ്റ്റത്തെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 9%, 18.125%, then 9%, 7.7%. ഇനി അത് 0.64 ഇൻറ്റു 18.125% ഇൻറ്റു 100 11.6%. അടുത്തത് 0.096 ഇൻറ്റു 9% ഇൻറ്റു 100 0.864 0.264 ഇൻറ്റു 7.7% ഇൻറ്റു 100 2.0328%. ടോട്ടൽ എത്ര കിട്ടും നമുക്കിപ്പോൾ? ടോട്ടൽ ചെയ്യുമ്പോൾ 14.497% കിട്ടി. ഓക്കെ, ഇതാണ് എന്ത്? വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. വേറൊരു ക്വസ്റ്റ്യൻ. ദ CMD ലിമിറ്റഡ് ഹാസ് ദ ഫോളോയിങ് സ്പെസിഫിക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ അലോങ് വിത്ത് ഇൻഡിക്കേറ്റഡ് ബുക്ക് ആൻഡ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. കോസ്റ്റ് ഓഫ് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, കോസ്റ്റ്, ബുക്ക് വാല്യൂ വെയ്റ്റ്സ്, ദെൻ മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ യൂസിങ് ബുക്ക് വാല്യൂ ആൻഡ് മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ്. രണ്ടും വെച്ചിട്ട് നമുക്ക് വെയ്റ്റഡ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ കാൽക്കുലേറ്റ് ദ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ using marginal weights if the company intends to raise the needed funds using 50% long-term debt, 35% preference shares and 15% retained earning, not taxation. അതായത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. എന്ത് യൂസ് ചെയ്തിട്ട്? ഇതിൻ്റെ മാർജിനൽ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നിൻ്റെയും കോസ്റ്റ് ഓഫ് ലോങ് ടേം ഡെറ്റ്, പ്രിഫറൻസ് ഷെയർസ്, റിട്ടേൺ ഏർണിംഗ്, ഇതിൻ്റെ എന്ത് തന്നിട്ടുണ്ട്? ഫണ്ട് എത്ര റേസ് ചെയ്യേണ്ടത് തന്നിട്ട് അതിൻ്റെ വെയിറ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ആദ്യം നിന്ന് ബുക്ക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കെന്താണ് ബുക്ക് വാല്യൂ വെയ്റ്റ്സിലും മാർക്കറ്റ് വാല്യൂ വെയ്റ്റ്സിലും അതിൻ്റെ
വാല്യൂസ് ചെയ്താൽ. ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് അത് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ വെയിറ്റ് കണ്ടുപിടിച്ചിട്ട് അത് വെയിറ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചാൽ മതി. ബുക്ക് വാല്യൂ വെയ്റ്റ്സിൽ വെയിറ്റ് 0.5, 0.2, 0.3. ദെൻ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് വെയ്റ്റ്സ് ആണ്, എമൗണ്ട് അല്ല തന്നിരിക്കുന്നത്. ഓക്കെ, എമൗണ്ടിൻ്റെ പോലെ ആവശ്യമില്ല. അപ്പോൾ വെയ്റ്റ് 0.5, 0.2, 0.1, 0.3. സോ 1. അടുത്തത് മാർക്കറ്റ് വാല്യൂൻ്റെ കേസിലോ 0.58, 0.17, 0.25, ടോട്ടൽ 1. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 0.18, 15, 0.07. ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കാം. വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ 0.5 ഇൻറ്റു 0.18, 0.09, 0.2 ഇൻറ്റു 0.15, 3, 0.3 ഇൻറ്റു 0.07, 2.1. സോ ടോട്ടൽ 14.1%. ഇനി അടുത്തത് 0.58 ഇൻറ്റു 0.18, 10.44, 0.17 ഇൻറ്റു 0.15, 2.55, 0.25 ഇൻറ്റു 0.07, 1.75. ടോട്ടൽ 10.44 പ്ലസ് 2.55 പ്ലസ് 1.75, 14.74%. ഓക്കെ, നമുക്ക് എന്താണ് ഇത് വെച്ചിട്ട് നമ്മൾ ബാക്ക് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്? മാർജിനൽ വെയ്റ്റ്സ് യൂസ് ചെയ്തിട്ട് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ സോഴ്സസ് ഏതൊക്കെയാണ് വരുന്നത്? ഇത് നമുക്ക് വെയിറ്റാണ് തന്നിട്ടുള്ളത്, സെയിം ഇവിടെ തന്നെ തന്നതുപോലെ. പക്ഷേ ഇവിടെ എന്തിൻ്റെയൊക്കെയാണ് തന്നിരിക്കുന്നത്? ലോങ് ടേം ഡെപ്റ്റിൻ്റെ 50%, ലോങ് ടേം ഡെപ്റ്റിൻ്റെ 50% വെയിറ്റ്, അതായത് 0.5. അടുത്തത് 35% പ്രിഫറൻസ് ഷെയർസും 50% റിട്ടേൺഡ് ഏർണിങ്ങിൻ്റെയും. അപ്പോൾ പ്രിഫറൻസ് ഷെയർസും റിട്ടേൺഡ് ഏർണിങ്ങും. ദെൻ റിട്ടേൺഡ് ഏർണിങ് അതിൻ്റെ എത്രയാണ്? 0.35ഉം 0.15. ടോട്ടൽ 1. ഇനി കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സെയിം, അവിടെ നേരത്തെ തന്നിരിക്കുന്ന കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നെ. പക്ഷേ എന്താണ് ഇവിടെ നമുക്ക് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ലോങ് ടേം ഡെപ്റ്റിൻ്റെ എത്രയാണ്? സെയിം ആണ്, 0.07. പ്രിഫറൻസ് ഷെയർസിൻ്റെ 0.15. പക്ഷേ ഇവിടെ റിട്ടേൺഡ് ഏർണിങ്ങിൻ്റെ തന്നിരിക്കുന്നത്. നമുക്ക് റിട്ടേൺഡ് ഏർണിങ്ങിൻ്റെ എങ്ങനെയാണ് കണ്ടുപിടിക്കാം? ടാക്സ് റേറ്റ് ഇവിടെ തന്നിട്ടുണ്ടോ? ടാക്സേഷൻ ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് റിട്ടേൺഡ് ഏർണിംഗ് കണ്ടുപിടിക്കുന്നത് KR കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? KE ഇൻറ്റു 1 മൈനസ് ടാക്സ് ഇൻറ്റു 1 മൈനസ് C. ഇവിടെ കമ്മീഷൻ ബ്രോക്കറേജ് ഒന്നും തന്നിട്ടില്ല, ടാക്സ് ഇഗ്നോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് KE തന്നെയാണ് KR എന്ന് പറയുന്നത്. ഓക്കെ, 0.18. ഇനി അത് 0.07 ഇൻറ്റു 0.5, 3.5, 0.35 ഇൻറ്റു 0.15, 5.25, 0.15 ഇൻറ്റു 0.18, 2.7. ടോട്ടൽ 11.45%. ഓക്കെ, ഇത്രയാണ് എന്തുള്ളൂ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. സിമ്പിളാണ്. ജസ്റ്റ് എന്താണ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിരിക്കും ക്വസ്റ്റ്യൻ തരിക. നമുക്ക് എപ്പോഴും എക്സാമിന് അത് മാത്രമാണ് ചോദിക്കുള്ളൂ. ഇതിൽ നിന്ന് ആകെ ഒരു ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നുള്ളത്, അത് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ തന്നിരിക്കുന്ന മെത്തേഡ് എന്ത് ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മളത് സോൾവ് ചെയ്ത് അതിൻ്റെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക, ദെൻ വെയിറ്റ് കണ്ടുപിടിക്കുക, പിന്നെ വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. ഓക്കെ.